എന്റെ ടെമ്പർ തെറ്റുന്ന ദേഷ്യം വരുമ്പോഴും താൻ അതിന്റെ കോൺസിക്വൻസിനെ പറ്റി ഒരു ബോധമില്ല. തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തെങ്കിലും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു വസ്തു ഒന്നും അല്ല ഞാൻ. എടാ താൻ എന്താ ഉദ്ദേശിക്കുന്നെന്ന് പറ. എനിക്കൊരു സമാധാനം ലഭിക്കുക. അല്ല എന്ത് ചെയ്യും താൻ എന്താ ചെയ്യാൻ പോന്നെ? എന്നിട്ട് എന്തെന്നും പറഞ്ഞു കൊണ്ടുവരും. ഞാൻ കൊണ്ടുവരത്തില്ല. അതിന് സേഫ് അവിടെ കൊണ്ടുവന്ന് താൻ കൊന്നു കളയെന്ന് എനിക്കറിയാം. ഇടത്തിലോ നമ്മൾ ഇങ്ങനെയാണോ പ്ലാൻ ചെയ്തത്? താൻ എന്താ ഇങ്ങനെ ചെയ്യുന്നുണ്ട്? ഇത് ലൈഫിൽ ഉറപ്പാൻ ബാധിക്കും. എന്റെ ലൈഫ് തകരും എനിക്കറിയില്ലേ. എന്റെ ലൈഫ് തകരത്തില്ല, തന്റെ ലൈഫ് തകരത്തില്ല. ഉറപ്പായും തകരും. തകരുന്ന പണിയാ താൻ ചെയ്തോണ്ടിരിക്കുന്നത്. തലയൊക്കെ പൊട്ടിപ്പൊളി. എനിക്ക് തലയൊക്കെ പൊട്ടിപ്പൊളിയാ. സീരിയസ്ലി എനിക്ക് പറ്റുന്നില്ല. തന്റെ ടെൻഷൻ മാറി കിട്ടണം. അതിന് ഞാനൊരു വസ്തുവാണ്. എനിക്ക് എന്തെങ്കിലും കളിക്കിട്ടൊന്നും കൊല്ലാനാണോ? തനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സമയം വേണമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് താനങ്ങ് മിടുക്കനായിട്ടങ്ങ് പോവോ? കൊന്നിട്ട് താൻ എന്താ ചെയ്ത് എനിക്ക് കൊല്ലാനാണ് തോന്നിയെങ്കിൽ താൻ പോയില്ല. ഗുരുതര ആരോപണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. രാജി അനിവാര്യം എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം. രാജി അല്ലാതെ മറ്റൊരു പരിഹാരവുമില്ല എന്ന ദൃഢനിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. രമേശ് ചെന്നിത്തലയും കടുത്ത അമർഷത്തിലാണ്. ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തി രാഹുലിനെ രക്ഷിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് സംരക്ഷകർ. താൻ ഒളിച്ചോടിയിട്ടില്ല എന്ന് അവകാശപ്പെട്ട് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കണ്ടു. മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നറിയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ നേതാക്കൾ കർശനമായി വിലക്കിയതോടെ പിന്മാറി. ഒരു യുവതിയെ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഫോൺ കോൾ പുറത്തു വന്നത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ PM നിയാസ് കോൺഗ്രസ്, ശ്രീമതി നവ്യ ഹരിദാസ് BJP മഹിളാ മോർച്ച അധ്യക്ഷ, അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM എന്നിവർ. അരുൺകുമാർ, ഇതിപ്പോൾ 4ാമത്തെ ദിവസവും കേരളത്തിൽ വളരെ സജീവമായി പാലക്കാട് MLA ഉൾപ്പെട്ട ലൈംഗിക അപവാദ കേസുകൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും ഒടുവിലായി ഒരു ഓഡിയോ സന്ദേശം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതൊരു ഫോൺ കോൾ റെക്കോർഡാണ്. ഗർഭചിത്രം നടത്തിയില്ലെങ്കിൽ അതെനിക്ക് ശ്രേയസ്കരമായിരിക്കില്ല എന്ന് തുടങ്ങി ഏറ്റവും ഒടുവിൽ അത് താൻ എന്നെ കൊല്ലുമോ എന്ന് അവർ ചോദിക്കുന്നതും, കൊല്ലാനാണെങ്കിൽ എനിക്ക് സെക്കൻഡുകൾ പോരെ എന്ന് MLA മറുപടി പറയുന്നതൊക്കെ നമുക്ക് ആ ഓഡിയോ സന്ദേശത്തിൽ കേൾക്കാം. ഇത് ധാർമ്മിക പ്രശ്നത്തിനപ്പുറത്തേക്ക് നിയമപ്രശ്നത്തിലേക്ക് നീങ്ങും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇതുവരെ ഒരു കേസ് പോലും, ഒരു FIR പോലും രാഹുൽ മാങ്കൂട്ടം എന്ന പാലക്കാട് MLAക്കെതിരെ ഇട്ടിട്ടില്ല. FIR ഇടാൻ പര്യാപ്തമായ കാര്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ 5ഓളം പരാതികൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഒരു യുവ നടിയാണ് ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നത്. ആ നടി പേരു പറഞ്ഞില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് സൂചിപ്പിക്കുന്ന എല്ലാ സൂചനകളും നൽകി. അതിനുശേഷം വോയിസ് മെസ്സേജ് ആയിട്ടും അതുപോലെ ടൈപ്പ്ഡ് മെസ്സേജ് ആയിട്ടും വീഡിയോ ആയിട്ടും എല്ലാമാണ് പുറത്തു വന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഒരു വിക്ടിമും പരാതി കൊടുക്കാൻ നേരിട്ട് പോലീസിനെയോ കോടതിയോ സമീപിക്കാത്ത ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം അതിന് നേരിട്ട് വിക്ടിം വരണമെന്നില്ല, ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ വിക്ടിം വരണമെന്നില്ല. ക്രിമിനൽ ലോ ക്യാൻ ബി സെറ്റ് ഇൻ മോഷൻ ബൈ എനി പേഴ്സൺ എന്നതാണ് അതിന്റെ തിയറി. ആർക്കും കൊടുക്കാം. അതിന്റെ ഭാഗമായി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലും അതുപോലെ ബാലാവകാശ കമ്മീഷനും എല്ലാം പരാതി വന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. ബാലാവകാശ കമ്മീഷൻ കൃത്യമായി ഇപ്പൊ ഈ ഗർഭം ധരിച്ച സ്ത്രീ ആ കുട്ടിയെ പ്രസവിച്ചിട്ടുണ്ടോ, അതോ ഇടയ്ക്ക് വെച്ച് അത് അബോർഷൻ വരുത്തിയോ, ആ കുട്ടിക്ക് എന്തു സംഭവിച്ചു, എത്ര മാസമാണ് ആ കുട്ടിക്ക് അബോർഷൻ സംഭവിച്ചത് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അങ്ങനെ വിവരം ശേഖരിക്കാൻ വേണ്ടി ഇതിന്റെ വസ്തുത പരിശോധിക്കാനാണ് ബഹുമാനപ്പെട്ട DGPക്ക് ആ പരാതി അയച്ചു കൊടുക്കുകയും ഈ വിക്ടിമിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വിക്ടിമിനെ കണ്ടെത്താതെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയോ തുടർ നടപടിയായിട്ട് പോയാൽ ഇതിൽ കുറ്റം ആരോപിക്കപ്പെട്ട യുവ MLAക്ക് ജാമ്യം കിട്ടാനും ഈ കേസ് റദ്ദാക്കിയെടുക്കാനും വസ്തുതാപരമല്ല എന്ന രൂപത്തിൽ കോടതിയെ അപ്രോച്ച് ചെയ്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ കഴിയും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട DGP ഇതിലെ ഇരയെ കണ്ടെത്തി വസ്തുതകൾ കൃത്യമായി പരിശോധിച്ച് ഏതെങ്കിലും തരത്തിൽ ഈ പ്രഗ്നൻസി അബോർട്ട് ചെയ്തത് നിർബന്ധമായിട്ടാണോ കൺസെന്റിന് വിരുദ്ധമായിട്ടാണോ എന്നതിനെ കുറിച്ചുള്ള തെളിവ് ശേഖരണമാണ് നടത്തേണ്ടത്. അത് നടക്കുന്നുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം വനിതാ കമ്മീഷൻ. വനിതാ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം സെക്ഷൻ 17(1)B പ്രകാരം നേരിട്ട് കേസെടുക്കാൻ ഭാഗത്തിലുള്ള സാഹചര്യമുണ്ട്. അത് അൺഫെയർ പ്രാക്ടീസ് ഹാസ് ബീൻ ഡൺ അഗൈൻസ്റ്റ് എ വുമൺ എന്ന രൂപത്തിൽ ഒരു റിട്ടേൺ ആയി കംപ്ലൈന്റ് കിട്ടിയാലും കേസെടുക്കാം. റിട്ടേൺ ആയിട്ടല്ല, വസ്തുതകളിൽ നിന്നോ വിവരങ്ങളിൽ നിന്നോ വാർത്തകളിൽ നിന്നോ ഒരു സ്ത്രീക്കെതിരെ അൺഫെയർ പ്രാക്ടീസ് നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ വനിതാ കമ്മീഷന് കേസെടുക്കാം.
വനിതാ കമ്മീഷൻ നേരിട്ട് കേസെടുത്തു. അവരും വിവരശേഖരണം നടത്തുകയാണ്. കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അകമ്പടിയോടെ മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷെ ഇന്നും പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു നിർബന്ധമായിട്ടുള്ള അബോർഷൻ നടത്തിയിട്ടുണ്ട്, അതിനുവേണ്ടി വലിയ രൂപത്തിലുള്ള കമ്പൽഷൻ നടത്തിയിട്ടുണ്ട്, ഭീഷണി വന്നിട്ടുണ്ട്, എനിക്ക് കൊന്നുകളയാൻ അല്ലെങ്കിൽ കൊലപ്പെടുത്താൻ അധികം സമയമൊന്നും വേണ്ടല്ലോ എന്ന രൂപത്തിൽ വരെ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള കമ്പൽഷനാണ്, ഭീഷണിയാണ്. അത്തരത്തിൽ തന്നെ കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്നതാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ചാനലുകളിലും പത്രങ്ങളിലൂടെയും വാർത്ത കൊടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നതിന് പകരം അവർ നിയമ സംവിധാനത്തെ പ്രയോജനപ്പെടുത്തുകയാണ് ഇത്തരം കേസുകളിലെ വിക്ടിം ചെയ്യേണ്ടത്, ഇരകൾ ചെയ്യേണ്ടത്. കാരണം ഇത്തരത്തിൽ നീതി നിഷേധിക്കുന്ന അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തിരിക്കുന്ന പ്രതി അതാരായാലും അവരെ നിയമത്തിൽ മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്, വിക്ടിമിനുണ്ട്, എല്ലാ വിഭാഗം ആളുകൾക്കുമുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് സംവിധാനം കാര്യക്ഷമമായിട്ട് തന്നെ ഇത് അന്വേഷിക്കുന്നുണ്ട്. ആദ്യം തെളിവ് ശേഖരിക്കുക, അതിനുശേഷം കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുക എന്നതാണ് ഇതിലൊരു തന്ത്രം. കാരണം എന്താ വെച്ചാൽ വിക്ടിം ഡയറക്റ്റ് ആയിട്ട് വന്നാൽ ഫസ്റ്റ് രജിസ്റ്റർ ദ കേസ് ആൻഡ് ദെൻ ഇൻവെസ്റ്റിഗേറ്റ് എന്നതാണ്. എന്നാൽ ഇവിടെ വിക്ടിം ആരും റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് വരാത്തതിനാൽ പൊതുമണ്ഡലത്തിൽ നടന്ന ഒരു ഒഫൻസ് എന്ന രൂപത്തിൽ മറ്റുള്ളവരാണ് പരാതി കൊടുത്തിരിക്കുന്നത്, മൂന്നാമൻ സ്ട്രേഞ്ചർ ആണ് പരാതി കൊടുത്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റ് ദെൻ രജിസ്റ്റർ എ കേസ് എന്ന രൂപത്തിൽ തന്നെ അന്വേഷണ ഏജൻസി മുന്നോട്ട് പോകുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആദ്യം വന്ന വോയിസ് മെസ്സേജിൽ എനിക്ക് എന്റെ സ്വന്തം അമ്മയുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയുന്നില്ല, കാരണം അത്രയധികം ഞാൻ വേദനിച്ചിരിക്കുന്നു, ഞാൻ തകർക്കപ്പെട്ടിരിക്കുന്നു, എന്റെ ജീവിതം നശിച്ചിരിക്കുന്നു എന്ന രൂപത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വന്നു. ഇന്നും വളരെ വലിയ രൂപത്തിൽ ഹൃദയം തകരുന്ന ശബ്ദത്തോടെ ആ പെൺകുട്ടി സംസാരിക്കുന്നതും ഇതിൽ കുറ്റം ആരോപിക്കുന്ന MLA യുടെ ശബ്ദമെല്ലാം വളരെ കൃത്യമായി നമുക്ക് ഇന്നയാളാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നെ സ്നേഹം കൊണ്ടല്ല കാണാൻ വരുന്നത്, എനിക്കറിയാം, എനിക്ക് നല്ലപോലെ അറിയാം, തന്റെ ടെൻഷൻ മാറിക്കിട്ടണം, അതിന് ഞാനൊരു വസ്തുവാണ്, എന്നിട്ട് എന്തെങ്കിലും കലക്കി തന്ന് എന്നെ കൊല്ലാനാണോ എന്നുള്ള ചോദ്യം. അപ്പോ എടോ, എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്നാണ് വിചാരിക്കുന്നത് എന്നാണ് ആ ശബ്ദം അവസാനിക്കുന്നത്. അപ്പൊ അതിലെല്ലാ തരത്തിലുമുള്ള ആങ്സൈറ്റിയും വിഷമവും എല്ലാം ആ പെൺകുട്ടി രേഖപ്പെടുത്തുന്നു. അതുപോലെ നല്ല ഭീഷണിയുടെ കാര്യത്തിൽ എന്റെ ഭാവിയും രാഷ്ട്രീയ ഭാവിയും മറ്റുമെല്ലാം തകരും, അതുകൊണ്ട് വയറ്റിൽ വളരുന്ന ഈ കുട്ടി ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന രൂപത്തിൽ വലിയ തരത്തിൽ ഭീഷണിയും കമ്പൽഷനും എല്ലാം ഈ കേസിലെ കുറ്റം ആരോപിക്കപ്പെടുന്ന MLA ഭാഗത്തുനിന്നും വരുന്നു. അതുകൊണ്ട് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് അത്. പോലീസ് അതിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇതിലെ ഇരകൾ, വിക്ടിം, അവരുടെ ബന്ധുക്കളും രംഗത്ത് വരണം. ഇത്തരത്തിലുള്ള സാഹചര്യം ഇനി ആർക്കും ഉണ്ടാകാതിരിക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം ഒരു ജനപ്രതിനിധി എന്ന രൂപത്തിൽ നൂറുകണക്കിന് ആളുകൾ അവിടെ പല ആവശ്യങ്ങൾക്ക് പല പ്രായത്തിലുള്ളവർ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഓഫീസാണ് MLA ഓഫീസ് എല്ലാം, ജനപ്രതിനിധികളെല്ലാം. അപ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഭാവിയിൽ നമുക്കൊന്നും കൈപ്പിടിയിൽ ഒന്ന് ഊഹിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കാൻ ഉതകുന്ന തരത്തിൽ ഇതിന്റെ വിക്ടിമുകൾ രംഗത്ത് വരണം എന്നതാണ് സൂചിപ്പിക്കുന്നത്. ശരി, ഓക്കെ. PM നിയാസ്, ഇന്നിപ്പോ ഒരു ഓഡിയോ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിലാണ് ഈ പറയുന്ന വാചകങ്ങളൊക്കെ ഉള്ളത്. കൊല്ലണമെങ്കിൽ എനിക്ക് സെക്കൻഡുകൾ പോരെ എന്നൊക്കെ ചോദിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞിട്ടും രാഹുൽ മാങ്കുട്ടത്തെ ന്യായീകരിക്കാൻ കോൺഗ്രസുകാർക്ക് തോന്നുന്നുണ്ടോ? നോക്കൂ, ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്, ഒരു പൊതുപ്രവർത്തകന് ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില സ്വഭാവവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആരോപണം ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ പുറത്തു വരികയുണ്ടായി. അക്കാര്യത്തിൽ ഞങ്ങളതിന് ഇവിടെ അരുൺകുമാർ പറഞ്ഞ പോലെ സാങ്കേതികത്വം ഒന്നും ഞങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പുറത്തു വന്ന യുവനടിയാണെങ്കിലും മറ്റ് മാധ്യമപ്രവർത്തക, അങ്ങനെ ഞാൻ പേരൊന്നും പറയുന്നില്ല, അവരൊക്കെ പറഞ്ഞത് ഒരാൾ പോലും പേര് പോലും പറയാതെയാണ്. എന്നാൽ നമുക്കതിൻ്റെ വിശദീകരണങ്ങളിലൂടെ ഏതാണ്ട് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് അവിടെ വന്നിട്ടുള്ളത്. അവിടെ ഞങ്ങൾ ചെയ്തത് എന്താണ്? ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പൊതുപ്രവർത്തകരുടെ ഭാഗത്ത് കേൾക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അത് തന്നെയാണ് പാർട്ടി നിലപാടെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പേര് പറയാതെ ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു FIR വേണമെന്നോ ഒരു പരാതി വേണമെന്നോ അല്ലെങ്കിൽ രേഖാമൂലമുള്ള ഒരു കടലാസ് വേണമെന്നോ എന്നും ഞങ്ങൾ നിഷ്കർഷിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തു നിൽക്കാതെ ഒരു പൊതുപ്രവർത്തകൻ മാതൃകാപരമായി എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ നിർദ്ദേശം നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് അദ്ദേഹം സ്വമേധയാ തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്ത് അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 24 മണിക്കൂർ വേണ്ടി വന്നു.
ഒരു പകൽ മുഴുവൻ വേണ്ടി അല്ല വന്നു. ഷിനിയാസ്, രാവിലെ ഇതുമായി 24 മണിക്കൂർ വേണ്ടി വന്നോ എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി ആളെ മനസ്സിലാവുന്ന വിധത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരാതി പറഞ്ഞതിന് ശേഷമുള്ള 24 മണിക്കൂറാണ്. നോക്കൂ, കഴിഞ്ഞ 3-4 വർഷമായി എത്ര പരാതി കോൺഗ്രസിന്റെ താഴെത്തട്ട് മുതൽ AICC വരെ കണ്ടിട്ടുണ്ടാവാം. നേതാക്കളുടെ മുമ്പിൽ എത്ര ആളുകളുടെ മുമ്പിൽ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടാവാം. അപ്പൊ ഇത്രയും കാലം ഒരാൾ പരസ്യമായി വന്ന് പറഞ്ഞു ഇനി രക്ഷയില്ല എന്ന ഘട്ടം കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ നടപടിയെടുത്തു എന്നുള്ളതേ ഉള്ളൂ. അഭിലാഷേ, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അതിന് ഒരു ദിവസം പോലും കാത്തു നിൽക്കാതെ കൃത്യമായ നടപടിയെടുത്തു. ഏത് പാർട്ടിയാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ 2 പാർട്ടിയുടെ പാനൽ ലിസ്റ്റുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ 2 പാർട്ടിക്കാർക്കും ഇപ്പോൾ ഞങ്ങളെ കൈ ചൂണ്ടുമ്പോൾ അവിടെ ബാക്കി 3 പേരെല്ലാം അവരുടെ സ്വന്തം ശരീരത്തിലേക്ക് അവരുടെ പാർട്ടിയിലേക്കാണ് കടന്നു വരുന്നത്. ഞങ്ങൾ അതൊന്നും പറയും, മറ്റ് പാർട്ടിക്കാർ എന്തോ ചെയ്യട്ടെ, മറ്റ് പാർട്ടിക്കാർ ഏത് തരത്തിൽ ന്യായീകരിക്കട്ടെ, ഞങ്ങൾ അക്കാര്യത്തിൽ ന്യായീകരിക്കാനില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഈ പറയുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ ആ ആരോപണങ്ങൾക്ക് പാർട്ടി ഇനിയും നടപടിയെടുക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. അത് അക്കാര്യത്തിൽ മുഖം നോക്കാതെ ദാക്ഷിണ്യമില്ലാതെ നടപടി എടുക്കുമെന്ന് പറയുകയും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ചെയ്തു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നുള്ള രാജി ആദ്യത്തെ സ്റ്റെപ്പാണ്. കോൺഗ്രസ് ഒരു വേറിട്ട പാർട്ടിയാണെന്ന് ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ കൃത്യമായി അടുത്ത നടപടി ഉണ്ടാവും എന്നുള്ളതാണല്ലോ. അടുത്ത നടപടി എന്നുള്ളത് MLA സ്ഥാനത്ത് നിന്നുള്ള രാജിയാണ്. കാരണം പാർട്ടിക്ക് വേണ്ടാത്ത ഒരാളെ എങ്ങനെയാണ് ജനങ്ങളുടെ MLA ആയി എങ്ങനെ ഈ അവസരത്തിൽ തുടരാൻ കഴിയുമെന്നുള്ളത് പ്രശ്നമാണല്ലോ. അപ്പോ ഏത് കാലയളവിനുള്ളിൽ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് വരെയാണോ? ഇതാണ് നമുക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനൊരു മിനിറ്റ് പറഞ്ഞോട്ടെ. കാരണം ഒത്രയേറെ കാര്യങ്ങൾ CPM-ന്റെ പ്രതിനിധി ഇവിടെ പറയുകയുണ്ടായി. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, അദ്ദേഹം പറയുന്ന ഒരു വിശാലമായ കാഴ്ചപ്പാട് ഞങ്ങൾ അംഗീകരിക്കുന്നു, എല്ലാവരും അംഗീകരിക്കേണ്ട കാര്യമാണ്. പക്ഷേ താങ്കളുടെ പാർട്ടിയിൽ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? P. ശശി എന്ന് പറയുന്ന നേതാവിനെതിരായി താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ തന്നെ നിരന്തരമായ ആരോപണങ്ങളും പാർട്ടി അത് കണ്ടെത്തുകയും ചെയ്തിട്ട് എന്തായിരുന്നു അദ്ദേഹത്തിനോട് നിങ്ങൾ കാണിച്ച നിലപാട്? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാക്കി നിങ്ങൾ മാറ്റി. ഇനി നിങ്ങളുടെ ഒരു ഷൊർണൂർ MLA ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിനെതിരെ DYFIയുടെ പ്രവർത്തകയല്ലേ പരാതി നൽകിയത്? ആ പരാതി അന്വേഷിക്കാൻ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇപ്പം താങ്കൾ പറഞ്ഞല്ലോ സ്വമേധയാ കേസെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ വനിതാ കമ്മീഷനിലുണ്ടെന്ന്. അന്ന് നിങ്ങളുടെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണായ മരണപ്പെട്ടു പോയ സഖാവ് ജോസഫിൻ എന്താ പറഞ്ഞത്? ഇതൊന്നും ഇങ്ങനെ അന്വേഷിക്കേണ്ട കാര്യമല്ല, ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് പാർട്ടിയുടെ കോടതിയുണ്ട്, പാർട്ടിയുടെ പോലീസുണ്ട്, പാർട്ടിയുടെ ജഡ്ജുണ്ട് എന്നല്ലേ പറഞ്ഞത്? ഞങ്ങളങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞ പാർട്ടിയാണ് നിങ്ങൾ. പിന്നെ ഇവിടെ എല്ലാവർക്കും പറയാമല്ലോ, കഴിഞ്ഞ നിങ്ങളുടെ കൊല്ലത്തെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥി ആരായിരുന്നു? അദ്ദേഹത്തിന് പേരിലുള്ള ആരോപണങ്ങൾ എന്തായിരുന്നു? അദ്ദേഹത്തിന് പേരിലുള്ള FIR എന്തായിരുന്നു? അദ്ദേഹത്തിന് പോലീസിൽ ജാമ്യം തേടി അദ്ദേഹത്തിന് മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായില്ലേ? അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് എടുക്കുന്ന നിലപാട്, അപ്പോൾ ഇതേ പാർട്ടി സെക്രട്ടറി ഇപ്പോൾ പറയുന്ന അതേ പാർട്ടി സെക്രട്ടറി അതേ നാവിൽ നിന്ന് നേരത്തെ പറഞ്ഞത് എന്താ? കോടതി കണ്ടെത്തട്ടെ, കോടതി കണ്ടെത്തി അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയെങ്കിൽ ആക്കോട്ടെ എന്ന്. അവിടെ ഇപ്പോൾ BJPയുടെ പ്രതിനിധി ഇവിടെ ഇരിക്കുന്നുണ്ട്. BJPയുടെ യെദ്യൂരപ്പ മുൻ മുഖ്യമന്ത്രിയാണ് കർണാടകത്തിലെ. ആ മുൻ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള കേസ് എന്താ? പോക്സോ കേസ്. ആ കേസിൽ അദ്ദേഹത്തിന് കൊടുത്ത നടപടി എന്താ? അദ്ദേഹത്തിന് ഞങ്ങളുടെ AICCയുടെ വർക്കിംഗ് കമ്മിറ്റി പോലെ ഏറ്റവും പ്രധാനപ്പെട്ട BJPയുടെ പാർലമെൻറ്റ് ബോർഡ് അംഗമാക്കി മാറ്റുക ചെയ്തത്. പിന്നെ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് യാദവ് ആരായിരുന്നു? നിങ്ങളുടെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒളിമ്പിക് കമ്മിറ്റിയിലെ അല്ലെങ്കിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാണ്. ആരായിരുന്നു പരാതി നൽകിയത്? ഞങ്ങളുടെ പാർട്ടിക്കാരായിരുന്നു. അവിടെ ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിന് വരെ പോകേണ്ട ആളുകൾ, സ്പോർട്സ് താരങ്ങൾ പരാതിയായി മുന്നോട്ട് വന്നല്ലോ. എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? വിശാലമായി ചർച്ചയായതാണ് ഒന്നാമത്തെ വിഷയം. 2, ഇപ്പോ ഇത് പരസ്പരം താരതമ്യം ചെയ്യാവുന്ന കേസുകളാണോ എന്ന പ്രശ്നമുണ്ട്. ലൈംഗിക വിഷയത്തിൽ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് വിഷയമെങ്കിൽ ഇത് അതിനേക്കാൾ മാനങ്ങളുള്ള ഒരു സംഭവമാണ്. ഇതൊരു ഒരുപാട് മാനങ്ങളുള്ള സംഭവം എന്ന് പറയാൻ കാരണം നോക്കൂ, ഇപ്പോൾ നിങ്ങളുടെ എറണാകുളം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ചർച്ചകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ ജില്ലാ സെക്രട്ടറി ആഷിഖ് കാരോട്ട് ഓഡിയോ അയക്കുകയാണ്. എനിക്കറിയാവുന്ന 2 KSU പ്രവർത്തകർക്ക് രാഹുൽ മെസ്സേജ് അയച്ചു ഇതുപോലെ, അതുകൊണ്ട് അവർ 2 പേരും പാർട്ടി പ്രവർത്തനമേ നിർത്തിപ്പോയി എന്ന്. അപ്പോൾ മറ്റൊരാൾ ജില്ലാ വൈസ് പ്രസിഡന്റ് ചെറിയാൻ ജോർജ് പറയാണ്, നമുക്കൊക്കെ അറിയാവുന്ന ഈ ഗ്രൂപ്പിലെ 70% ആളുകൾക്കും പരിചയമുള്ള സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ 2 പേർ ഉൾപ്പെട്ട ഏതെങ്കിലും ലൈംഗിക അപവാദമോ
ലൈംഗിക അതിക്രമമോ എന്നുള്ളതിനപ്പുറത്ത് ഇത് വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള ക്രൈമാണെന്ന് കോൺഗ്രസ് ഉൾക്കൊള്ളുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പണ്ടങ്ങനെ നടന്നില്ലേ, മുമ്പ് ഇങ്ങനെ നടന്നില്ലേ, ആ പാർട്ടി ഈ നടപടി എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞത് ന്യായീകരിച്ച് അതിനെ നോർമലൈസ് ചെയ്യുന്നത് ശരിയായ നടപടിയാണോ? നമ്മുടെ സമൂഹത്തെ കണക്കാക്കുമ്പോൾ CPM, കോൺഗ്രസ്, BJP ഒക്കെ വിടൂ. ഒരിക്കലുമില്ല. അഭിലാഷ്, ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ താങ്കൾ എറണാകുളത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എറണാകുളത്ത് പാർട്ടിക്ക് CPM ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഗോപി കോട്ടപ്പുറക്കൽ എന്നാണ്. അദ്ദേഹത്തിൻ്റെ മുറിയിൽ, അദ്ദേഹത്തിൻ്റെ കട്ടിലിനടിയിൽ വെച്ച് ഒളിക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയത് ഞങ്ങളാരുമല്ലല്ലോ. അതേക്കുറിച്ച് എന്ത് നടപടിയാണ് എടുത്തത്? എന്ത് പാർട്ടി സംവിധാനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഞങ്ങൾ അതേക്കുറിച്ചൊന്നും പറയാൻ ആളല്ല. CPM ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നിലപാട് കേരളത്തിൽ ഇതുപോലെ നിലപാടെടുക്കുന്ന ഒരു പാർട്ടി അത് കോൺഗ്രസ് ആണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഞങ്ങൾ അതുമാത്രമല്ല പറഞ്ഞത്. ഇപ്പം താങ്കൾ പറഞ്ഞത് ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടതാണ്. ആരോപണം നടത്തുന്ന പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ, ആ സ്ത്രീക്കെതിരെ മോശമായി പറഞ്ഞാൽ പോലും നടപടി ഉണ്ടാകുമെന്ന് പറയാൻ ആർജവം കാട്ടിയതാരാ? കോൺഗ്രസ് പാർട്ടി. ഇപ്പോൾ നമ്മുടെ CPM-ന്റെ പ്രതിനിധിയുടെ പാർട്ടിയുടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നില്ല ആർഷോ ഞങ്ങൾക്കെതിരെയാണോ പറഞ്ഞത്? നിങ്ങളുടെ മുന്നണിയിൽപ്പെട്ട AISFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വനിതയോട് പറഞ്ഞതും ചെയ്തതും എന്താണ്? അതിൻ്റെ പേരിൽ നിങ്ങൾ എന്ത് നടപടിയെടുത്തത്? ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ സ്വമേധയാ കേസെടുക്കാം, ഞങ്ങൾ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. അത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ചെയ്യണം. അത് ലൈംഗിക പരാതിയാണെങ്കിലും അല്ലാത്ത പരാതിയാണെങ്കിലും ഭീഷണി പരാതിയാണെങ്കിലും സ്ത്രീകളോട് കാണിക്കുന്ന നെറികേടുകളെ കൃത്യമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകുവാൻ തയ്യാറാകണം എല്ലാ പാർട്ടികളും. അതിന് മാതൃകയാണ് കോൺഗ്രസ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ അല്ലെങ്കിൽ ഈ ആരോപണ വിധേയനായ വ്യക്തിയെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തി. ഇതിനേക്കാൾ വലിയ ശക്തിയായി ഞങ്ങൾ നടപടിയായി മുന്നോട്ട് പോകും. നിങ്ങൾക്ക് അതിനുള്ള ആർജവമുണ്ടോ? കാണിച്ചു തരണം. അതിനുള്ള ആർജവമാണ് ഉണ്ടാവുന്നത്. ശരി, ശ്രീമതി നവ്യ ഹരിദാസ്, ഞങ്ങൾ വേറിട്ട പാർട്ടിയാണെന്ന് തെളിയിക്കുമെന്ന് VD സതീശൻ പറയുന്നു. ഞങ്ങൾ മാതൃക കാണിച്ചു എന്ന് ഇപ്പോൾ ശ്രീ നിയാസ് പറയുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഈ ആരോപണത്തെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ നീക്കം ചെയ്തു എന്നുള്ളതാണ് അത് പറയാനുള്ള അവർക്ക് ഘടകമാവുന്ന കാര്യം. അത് മതി ഈ വിഷയത്തിൽ, ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ വിഷയങ്ങളിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മാറ്റം മതിയാകും എന്ന് തോന്നുന്നുണ്ടോ, ഒരു വനിത എന്ന നിലയിൽ കൂടി? ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റി നിർത്തിക്കൊണ്ട് LDFന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള വീഴ്ചകളെക്കുറിച്ച്, LDF മുൻപ് നേരിട്ടിരുന്ന ആരോപണങ്ങളെക്കുറിച്ച് ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താറടിച്ച് കാണിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഉള്ള വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ സിറ്റിംഗ് MLA ആയിരിക്കുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ വളരെ ഗൗരവതരമേറിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഓരോ ദിവസവും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇതിപ്പോൾ കുറച്ച് ദിവസമായല്ലോ വരാൻ തുടങ്ങിയിട്ട്. ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ കടന്നു വരുന്ന സമയത്ത് തെളിവ് സഹിതമാണ്, ഒരു സ്ത്രീയല്ല, രണ്ട് സ്ത്രീയല്ല, നിരവധി സ്ത്രീകളാണ് പരാതികളുമായിട്ടിന്ന് രംഗത്ത് വരുന്നത്. അത് വാട്സാപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവെച്ചുകൊണ്ടും ശബ്ദ സംഭാഷണങ്ങൾ പുറത്തു വിട്ടുകൊണ്ടും അങ്ങനെ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ പരാതിയുമായിട്ട് മുൻപോട്ട് വരുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് വീണ്ടും ആ ഒരു MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യം ഈ കേരളത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും ഉയർന്നു വന്നിട്ടും അത് അംഗീകരിക്കാത്തത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി രാജിവെച്ചു എന്ന് പറയുന്ന സമയത്ത് ഇത് പുറത്തു വന്ന ഉടനെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്നുമാണ് ആദ്യത്തെ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. ആ പ്രതിഷേധങ്ങൾ ഉയർന്നതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയാണ് രാജിവെച്ചിട്ടുള്ളത്. ആ സംഘടനാപരമായിട്ടുള്ള നിലപാടുകളിലേക്കല്ല ഞങ്ങൾ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നത്. ഈ അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ തങ്ങളുടെ പാർട്ടിക്കകത്തുള്ള പദവികൾ ഉപയോഗിച്ചുകൊണ്ടും ഈ നാട്ടിലെ സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഈ നിലപാടിനെയാണ് ഞങ്ങൾ ഇവിടെ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തിയോടടക്കം രാഹുൽ അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ളതാണ്. ഇന്ന് വന്നിരിക്കുന്ന ഓഡിയോ ക്ലിപ്പിംഗ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അബോർഷൻ ചെയ്യണം, ഫോഴ്സ്ഡ് കമ്പൽസറി അബോർഷന് വേണ്ടിയിട്ട് നിർബന്ധിക്കുകയും അത് ത്രെറ്റനിങ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഒരു ജനപ്രതിനിധി മാറുക എന്ന് പറയുമ്പോൾ എന്ത് സന്ദേശമാണ് കോൺഗ്രസ് ഇതിലൂടെ മുൻപോട്ട് വെക്കുന്നത്? ഇന്ന് പ്രതിനിധി തന്നെ, ഇവിടെ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് ഒരു മാതൃകയാണ് എന്നുള്ളതാണ്. ഈ കാര്യത്തിലാണോ കോൺഗ്രസിന്റെ മാതൃക?
ഒരു യുവ നേതാവിനെ വളർത്തിയെടുക്കുന്ന സമയത്ത് ഈ യുവ നേതാവിനെതിരെ തങ്ങളുടെ പാർട്ടിക്ക് അകത്തുള്ള സ്ത്രീകൾ പരാതിപ്പെടുന്ന സാഹചര്യത്തിൽ അതും എടുത്തു പറയേണ്ടത് ശ്രീ വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മണ്ഡലത്തിലുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകര്, വനിതാ പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ നടന്നു എന്ന് പറയുന്ന സമയത്ത് അതിനെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി രാജിവെക്കേണ്ട സാഹചര്യം എങ്ങനെയാണ് ഉടലെടുത്തത്? അത് ഈ സ്ത്രീകള് അവരുടെ പാർട്ടിക്കകത്ത് ചെന്ന് ഈ വിഷയങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന സമയത്തും ഈ ആരോപണ വിധേയനായിട്ടുള്ള ആളെ സംരക്ഷിച്ചു നിർത്തുന്ന നിലപാടുമായിട്ട് കോൺഗ്രസ് മുൻപോട്ട് പോകുമ്പോൾ ഇരകളായിരിക്കുന്ന ആളുകൾക്ക് ഒട്ടും നീതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഈ പാർട്ടിക്ക് പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തലുമായിട്ട് ഇന്ന് സ്ത്രീകൾ രംഗത്ത് വന്നിരിക്കുന്നത്. അത് ഒന്നും രണ്ടുമല്ലല്ലോ, ഒരു നടി, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകർ, നിരവധി ആളുകളാണ് തെളിവുകളുമായിട്ടൊന്ന് പുറത്തു വരുന്നത്. അപ്പൊ ഇതുവരെ വന്ന തെളിവുകളല്ല, കൂടുതൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ അവരുടെ പക്ഷത്തുണ്ട് എന്ന് പറയുമ്പോൾ ഇതാണോ കോൺഗ്രസ് കാണിക്കുന്ന മാതൃക എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഒരിക്കലും ഒരു കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി രാജിവെക്കുക എന്നുള്ളതായിരുന്നില്ല ഞങ്ങളുടെ ആവശ്യം. ഇവിടെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിട്ടുള്ള ഒരു വ്യക്തി, അവർ പറയുന്നു പ്രാഥമിക അംഗത്വം തന്നെ റദ്ദാക്കുമെന്നുള്ളത്. അങ്ങനെ കോൺഗ്രസിന് വേണ്ടാത്തൊരു വ്യക്തിയെ പേറി നടക്കേണ്ട ഒരു സാഹചര്യം, ഒരു ബാധ്യത, അതെന്തിനാണ് ഈ പാലക്കാട് ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത്? അപ്പോ ഈ ന്യായമായിട്ടും ഒരല്പമെങ്കിലും ധാർമ്മികത എന്നൊന്ന് കോൺഗ്രസിന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും MLA പദവി രാജിവെക്കുവാൻ അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും അതിനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകണം. അതല്ലാതെ ഇതുപോലെയുള്ള യുവാക്കളെ വളർത്തി വലുതാക്കി സമൂഹത്തിലേക്ക് സ്ത്രീകൾക്കൊരു ചോദ്യചിഹ്നമായിട്ട് മുൻപോട്ട് നിർത്തരുത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അതാണ് മഹിളാ മോർച്ച ആവശ്യപ്പെടുന്നത്. ശ്രീ അരുൺ കുമാർ, ഇവിടെ ഇപ്പോൾ ശരിയാണ്, മുൻകാലങ്ങളിൽ പരാതി ഉണ്ടായിട്ടും പലരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക്, പിന്നെ പാലക്കാട്ടിലെ MLA പദവിയിലേക്കൊക്കെ ഉയർത്തിയത്? ഇങ്ങനെ ഒരു സാധാരണ നിലയിൽ കിട്ടാത്തത്രയും വലിയ തരത്തിലുള്ള പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ എങ്ങനെ പാർട്ടിയിൽ നിന്ന് കിട്ടിയെന്ന ചോദ്യം നമുക്ക് ചോദിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. ആ ചോദ്യം അവിടെ ചോദിക്കപ്പെടുകയും ആ കാര്യത്തിൽ വിമർശനം ഉന്നയിക്കപ്പെടുകയും വേണം. പക്ഷേ ഇന്നലെ മുതൽ അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് മുതലെങ്കിലും ഈ കാര്യത്തിൽ ഈ പ്രശ്നം പരിഹരിക്കണം എന്ന മട്ടിൽ ആ പാർട്ടി ഇടപെടുന്നുണ്ട് എന്ന് വേണമോ മനസ്സിലാക്കാൻ. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആദ്യത്തെ സ്റ്റെപ്പാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നുള്ള രാജി, ബാക്കി ഞങ്ങൾ വേറിട്ട പാർട്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന നടപടികൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്ന് നീക്കിയാൽ അത് നമുക്ക് കീഴ്വഴക്കങ്ങൾ ഇല്ലാത്ത കാര്യമാണ്, MLA രാജിവെക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്താൽ ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഏറ്റവും കുറഞ്ഞത് ഈ കഴിഞ്ഞ 4 ദിവസം മുൻപ് മുതലെങ്കിലും ശരിയായ നിലപാടെടുത്തു എന്ന നിലയിൽ വിലയിരുത്താൻ ഇടയാക്കില്ലേ? അങ്ങനെ നമ്മൾ പറയേണ്ടി വരില്ലേ? അഭിലാഷ്, ഇതെല്ലാം വെറുതെ പൊള്ളയായ വാഗ്ദാനങ്ങളും പ്രചരണവുമാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി എന്തൊക്കെയാ പറഞ്ഞത്? അവിടെ അങ്ങനെയല്ലേ, ഇവിടെ ഇങ്ങനെയല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് എന്നതാണ് പറഞ്ഞത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ശ്രീ രാഹുൽ മാങ്കൂട്ടിൽ, അദ്ദേഹം, ഞാൻ പേര് സാധാരണ ഉപയോഗിച്ചില്ല, അപ്പൊ അങ്ങ് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവിലെ പ്രധാനപ്പെട്ട പൊസിഷൻ അലങ്കരിക്കുന്നയാളാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടിൽ. ഇപ്പോൾ കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉള്ള അംഗം തന്നെയാണ്. അദ്ദേഹം വഹിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന പദവി ഒഴിച്ച് യൂത്ത് കോൺഗ്രസിൽ അദ്ദേഹം അലങ്കരിക്കുന്ന അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ഭാരവാഹിത്വവും കോൺഗ്രസിന്റെ ഭാരവാഹിത്വവും ഇപ്പോഴും ഹോൾഡ് ചെയ്യുകയാണ്. ഒരു നടപടി എടുത്തിട്ടില്ല. അതിശക്തമായിട്ടുള്ള ആരോപണം വന്നപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാത്രമുള്ള രാജിയ, അല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പിൽ നിന്നുള്ള രാജിയല്ല. കോൺഗ്രസ് ഒരു നടപടി അദ്ദേഹത്തിനെതിരെ എടുത്തിട്ടില്ല. കോൺഗ്രസിൽ അദ്ദേഹം വഹിച്ചുകൊണ്ടിരുന്ന സ്ഥാനം അങ്ങനെ തന്നെയുണ്ട്. MLA ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്, അത് അങ്ങനെ തന്നെയുണ്ട്. മറ്റു തരത്തിൽ അദ്ദേഹം വഹിക്കുന്ന ഒരു സ്ഥാനത്തൊന്നും മാറിയിട്ടില്ല. ഗുരുതരമായ ആരോപണങ്ങൾ നിരവധി വന്നപ്പോൾ അങ്ങനെ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം കൃത്യമായിട്ട് വന്നിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ട്. അദ്ദേഹം എന്താ ഇവിടെ ആദ്യം ആരോപണം ഉന്നയിച്ച യുവനടി എന്താ പറഞ്ഞേ? ഞാൻ എൻ്റെ പിതാവിനെ പോലെ കാണുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ പോയി പറഞ്ഞു. VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട പെൺകുട്ടിയാണ്. സ്വന്തം പിറന്നാളിന് വന്ന് കേക്ക് മുറിക്കാൻ മാതാപിതാക്കളല്ല, അവർ മാറി നിൽക്കുമ്പോൾ ഈ ശ്രീ VD സതീശനെ കൊണ്ട് കേക്ക് മുറിച്ച് പരസ്പരം കേക്ക് കൈമാറിയതാണ്. ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നടന്നതാണ്. കോൺഗ്രസിന്റെ സഹയാത്രികയായിട്ടുള്ള ഒരു സ്ത്രീയാണ്, അവർക്ക് എല്ലാ അവകാശമുണ്ട്. ആ സ്വന്തം പിതാവിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു, പിതാവിനോട് പറയുന്നത് പോലെ പറഞ്ഞു. ശ്രീ VD സതീശൻ എന്താ പറഞ്ഞേ മറുപടിയായിട്ട്? ഒരു പിതാവിന് അത്തരത്തിലുള്ള ഒരു പരാതി കിട്ടിയാൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അതുപോലെ ഞാൻ കൈകാര്യം ചെയ്തു എന്നാ പറഞ്ഞേ.
എന്നാൽ ശ്രീ രാഹുൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ എന്താ പറഞ്ഞേ? എന്നോട് ഈ പരാതിയെ പറ്റി ശ്രീ വി ഡി സതീശൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നതാണ് പറഞ്ഞത്. അപ്പോ ഇതിൽ വേട്ടക്കാരനെ ആരാണ് സംരക്ഷിക്കുന്നത്? ഇര ഇത്രയും പരാതി കൊടുത്തിട്ടും അതിനുശേഷമാണ് എല്ലാ സംഘടനാപരമായിട്ടുള്ള പൊസിഷനും അതുപോലെ ജനപ്രതിനിധിയായിട്ട് വരെ ഉയർത്താൻ കോൺഗ്രസ് തീരുമാനമെടുത്തത് എന്ന് അതിലെ ആ വിക്ടിം തന്നെ സൂചിപ്പിക്കുകയാണ് നമ്മുടെ മുന്നിൽ. അപ്പൊ അത്തരത്തിൽ എല്ലാം പോളിഷായി കൂടുതൽ പദവി കൊടുത്ത് ഇത്തരം പരിപാടി നല്ല പ്രോത്സാഹനം നടത്തിയിട്ട് പറയുക ഞങ്ങൾ നടപടിയെടുത്തില്ലെന്ന്. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ഒന്ന് നോട്ട് ചെയ്യുക, ഇവിടെ ഏതെങ്കിലും ആരോപണം ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ഘട്ടത്തിലെല്ലാം കൃത്യമായ നടപടിയെടുത്ത് പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെ പുറത്താക്കി നിന്ന് അന്വേഷണത്തെ നേരിട്ടു, കോടതി നടപടികളെ നേരിട്ടു. അവസാനം കൃത്യമായി ഒരു പരാതിയും നിലനിൽക്കില്ല എന്ന സാഹചര്യത്തിലാണ് തിരിച്ചു വന്നത്. രാഷ്ട്രീയ വിദ്യ, താങ്കൾ ഒരു അഭിഭാഷകനല്ലേ? ഇവിടെ അങ്കമാലിയിൽ MLA-യും മന്ത്രിയുമായിരുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം വന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതി കേസസിൽ റിപ്പോർട്ട് ചെയ്ത കേസുണ്ട്. അറിയാം, ഭവദാസൻ എന്ന് പറഞ്ഞ ജഡ്ജിയുടെ വിധി. ഇത്തരത്തിൽ ഒരാരോപണമേ നിലനിൽക്കില്ലെന്ന് പറഞ്ഞ എല്ലാ രാഷ്ട്രീയ നിയമ വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ള പാഠമായി ഇത്തരം വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൊണ്ട് ചില ആരോപണങ്ങൾ വരുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ഞാൻ ഒന്നും ന്യായീകരിക്കുകയല്ല. അപ്പൊ ആ വസ്തുതകളൊക്കെ നോക്കി അതാത് സാഹചര്യത്തിൽ ഉണ്ടായ ഒരു പരാതി പോലെയാണോ ഈ പരാതി? ഒരു ജനപ്രതിനിധിക്കെതിരെ 3 ദിവസം കൊണ്ട് 6 പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം നമുക്ക് എങ്ങനെ തള്ളിക്കളയാൻ കഴിയും? ഈ നാട്ടിൽ ജനിച്ചു വീഴേണ്ട ഒരു കുട്ടി, ആ കുട്ടിയെ ഗർഭസ്ഥ ശിശുവിനെ നിർബന്ധിച്ച് കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആർക്കതിനെ പൊറുക്കാൻ കഴിയും? ഇപ്പൊ സെക്ഷൻ 89 എന്താ പറയുന്നത്? ഡീൽസ് വിത്ത് ദ കോസിംഗ് മിസ്കാരിയേജ് വിത്തൗട്ട് ദ വുമൻസ് കൺസെന്റ്. ഇറ്റ് പ്രിസ്ക്രൈബ് പണിഷ്മെന്റ് വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ഓർ ഇംപ്രിസൺമെന്റ് ഫോർ അപ് ടു 10 years ആൻഡ് ഫൈൻ. ജീവപര്യന്തം വരെ തടവ് കിട്ടാൻ സാധ്യതയുള്ള ഒരു കുറ്റകൃത്യം നടന്നിട്ട് ഞങ്ങൾ സംസ്ഥാന പ്രസിഡന്റിൽ നിന്ന് മാറ്റിയല്ലോ, അതുകൊണ്ട് ഞങ്ങളൊക്കെ ക്ലിയർ, ബാക്കി എല്ലാവരും പോക്ക് എന്ന രൂപത്തിൽ പറയാൻ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ധൈര്യം വന്നത്? ഇന്നലെ നിങ്ങളുടെ MPA, പാലക്കാട് MP എന്താ പറഞ്ഞേ? അല്പവസ്ത്രധാരിയായിട്ട് വന്നിരിക്കുന്ന പെൺകുട്ടിയെന്ന്. ഒരു പെൺകുട്ടി എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? വിക്ടിമിനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക, വെല്ലുവിളിക്കുക, ഒരാളും പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയായി പോകാതിരിക്കുക. ഇത് നമുക്കറിയാം, പ്രത്യക്ഷമായിട്ടും അല്ലാതെയും നവമാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുക. എന്തൊക്കെ വാചകങ്ങളാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ ഫോട്ടോസാ പോസ്റ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വിക്ടിമിനെ അപമാനിക്കുന്ന ഒരു സാഹചര്യം മറ്റാരെങ്കിലുമാണ് ചെയ്തെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് രംഗത്ത് വരുമായിരുന്നു? നിങ്ങൾക്കറിയാം, ഒന്ന് ഇപ്പൊ പറഞ്ഞ 89 സെക്ഷൻ, അതുപോലെ തന്നെ ഇവിടെ സെക്ഷൻ 7 വർഷം ശിക്ഷ കിട്ടുന്ന 351 കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സ്റ്റോക്കിംഗ്, സ്ത്രീകളെ നേരിട്ടോ ഇലക്ട്രോണിക് മീഡിയയിലൂടെ ശല്യപ്പെടുത്തുന്നു. ഇപ്പൊ പല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും എന്താ പോസ്റ്റ് ചെയ്യുന്ന സാധാ പ്രവർത്തകർ, ഞങ്ങൾ ഈ സംസ്ഥാന പ്രസിഡന്റിനെ എത്ര ദിവസം വിളിച്ചാലും കിട്ടില്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ച ഫോൺ എടുക്കാത്തതെന്ന് മനസ്സിലായി. കാരണം അദ്ദേഹം വേറെ എൻഗേജഡാ, പല കോളുകളിൽ പല വിരൽ ഉപയോഗിച്ചുകൊണ്ട് ഒരേ ടൈമിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ കോളുകൾ അറ്റൻഡ് ചെയ്യാത്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പല നേതാക്കന്മാർ വരെ പോസ്റ്റ് ഇടുന്ന സാഹചര്യമാണ്. മിസ്റ്റർ അഭിലാഷ്, എന്റെ മുന്നിൽ ഒരുപാട് തെളിവുണ്ട്. പക്ഷെ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയാൻ എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് ഞാൻ അധികം കടക്കുന്നില്ല. കാരണം ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ വളരെ വിസിബിൾ ആയിട്ട് ഇപ്പോഴുണ്ട്. ഇത്തരത്തിലുള്ള ജനപ്രതിനിധികൾ, നൂറുകണക്കിന് ആളുകൾ എത്തുന്ന MLA ഓഫീസിനെയൊക്കെ ലീഡ് ചെയ്യുന്ന, ഭാവിയിൽ കൂടുതൽ പൊസിഷൻ അലങ്കരിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരികയാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തമാക്കിയില്ല, ഇവിടെ സൂചിപ്പിച്ചല്ലോ. എന്താ പറഞ്ഞ് കേരളത്തിന് പുറത്തേക്ക് പോകണം, എന്താവശ്യത്തിന് പോകണം? ഇതൊക്കെ നമ്മൾ 2-3 ദിവസമായിട്ട് കേൾക്കുന്നതല്ലേ. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഒരുമിച്ചിരുന്ന് ചർച്ച കേൾക്കുന്നു എന്നുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. അത്തരത്തിൽ പറഞ്ഞ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ട്രാൻസ്ജെൻഡർ ഇത് വെളിപ്പെടുത്തുമ്പോ വാട്സപ്പ് കോൾ വരിക, മിണ്ടരുതെന്ന് പറയുകയാണ്. അപ്പൊ അത്തരത്തിൽ പരസ്യമായി ഭീഷണിപ്പെടുത്താൻ ശേഷിയുള്ളയാൾ എത്രയോ വിക്ടിമിനെ അടിച്ചിരുത്തിയിട്ടുണ്ട്. ഏതായാലും ആ യുവനടി ഗൗരവതരമായിട്ടുള്ള വിഷയങ്ങളാണ്. ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ PM നിയാസ്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിരവധി കുറ്റകൃത്യങ്ങൾ, പ്രിഡേറ്ററി ബിഹേവിയർ ഈ വിഷയത്തിലുണ്ട്. ഇപ്പോൾ മുൻപ് നിങ്ങളുടെ തന്നെ 2 MLA-മാർ കേസെടുക്കപ്പെട്ടിട്ടുള്ള ആളുകളായിട്ടുണ്ട്. ഇടതുപക്ഷത്തെ ഒരു MLA ഉണ്ട്. അപ്പോൾ ഇവരൊന്നും MLA സ്ഥാനം രാജിവെച്ചില്ലല്ലോ എന്ന് ചോദിച്ചാൽ MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു MLA ആയി അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനായി ജനങ്ങളോട് ഇടപെടാൻ ഫിറ്റായ ഒരാളാണോ എന്ന് സംശയം തോന്നിക്കുന്ന തരത്തിലുള്ള നിരവധി വെളിപ്പെടുത്തലുകൾ, ഒരു വെളിപ്പെടുത്തലല്ല, അതിങ്ങനെ സീരീസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗുരുതര സ്വഭാവമുള്ള കാര്യങ്ങളാണ് വെളിപ്പെടുന്നത്. അതിൻ്റെ ടെക്സ്റ്റുകൾ, ഓഡിയോ ഒക്കെ പൊതുസമൂഹത്തിലുണ്ട്, പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കെ ഇനിയുള്ള കാലം ഒരാൾ MLA ആയി പൊതുസേവകനായി ആ മണ്ഡലത്തിൽ എങ്ങനെ നിൽക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. കോൺഗ്രസിന് രാഷ്ട്രീയമായി കൂടി അഭിസംബോധന ചെയ്യുന്ന പ്രശ്നമാണ് ഒന്നാമത്തേത്. 2, പാർട്ടിക്കകത്ത് എത്ര പരാതി ഉയർന്നു. ഇന്ന് ഞാൻ എറണാകുളത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞ കാര്യം, അവർ പറഞ്ഞതിന് തെളിവുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. പാർട്ടിക്കകത്ത് എത്രയോ പരാതികളുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരുടേതായിട്ടും നേതാക്കളുടേതായിട്ടും ഒക്കെ. അപ്പോൾ ഈ വിഷയത്തിൽ ഖണ്ഡിതമായ നിലപാട് സ്വീകരിച്ച് കൃത്യമായ നടപടി എടുക്കുക എന്നുള്ളതല്ലാതെ
കോൺഗ്രസിനെ സംബന്ധിച്ച് കരണീയമായ കാര്യമുണ്ടോ? ഇനി മുന്നോട്ട് പോകണമെങ്കിൽ MLA സ്ഥാനം ഒഴിയണം എന്ന ഒരു നിലപാടിനപ്പുറത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ? കാരണം മുമ്പ് അങ്ങനെയല്ലേ, മുമ്പ് ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനുള്ള ഒരു തലവും ഈ വിഷയത്തിൽ ഇല്ലാതായിരിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നുണ്ടാകും പാർട്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കൂ അഭിലാഷ്, ഈ കാര്യത്തിൽ ഞാൻ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു. ഒരു ആരോപണമുണ്ടായി. ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ ഉള്ള അറിവേ ഞങ്ങൾക്കുള്ളൂ. പിന്നെ അരുൺകുമാറിന് പ്രത്യേകമായി ആരെങ്കിലും പ്രത്യേകമായി എന്തെങ്കിലും സ്വന്തമായി കയറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, തെളിവ് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ മുമ്പിൽ ഈ അന്തരീക്ഷത്തിലുള്ള പരാതികളും അന്തരീക്ഷത്തിലുള്ള ആരോപണങ്ങളേ ഉള്ളൂ. അത് സംബന്ധിച്ച് അന്വേഷണങ്ങൾ ഞങ്ങൾക്ക് ഏത് തരത്തിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അരുൺകുമാറിൻ്റെ ജീവിതത്തിൽ അരുൺകുമാറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കിട്ടാവുന്ന എല്ലാ അധികാര കേന്ദ്രവും വെച്ച് അന്വേഷിച്ചോളൂ. ഞങ്ങൾക്ക് അതിലൊന്നും ഞങ്ങളതിന് തടസ്സമല്ല. ഒരു ആരോപണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അന്വേഷിക്കാം. ഏത് ഒരു മിനിറ്റ് അരുൺകുമാർ, നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കള്ളമാണോ? ഞാനൊരു കാര്യം പറയട്ടെ. ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നടപടി സ്വീകരിച്ചു, എന്നോട് പരാതി പറഞ്ഞു കള്ളമാണോ? ശരി, അല്ല പറയട്ടെ ശ്രീനിവാസ്. അരുൺകുമാറെ, ഞാൻ അങ്ങ് പറയുമ്പോൾ മിണ്ടാതിരുന്നത് അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണെന്നുള്ളത് കൊണ്ടല്ല. രാഷ്ട്രീയ സദാചാര ബാധ്യത പോലെ തന്നെ ജനാധിപത്യത്തിൽ ഒരു ചർച്ചയിൽ ഒരു സാമാന്യ മര്യാദ പാലിക്കണമെന്ന് നിർക്കക്ഷതയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇടപെടാതിരുന്നത്. ദയവായി താങ്കൾക്ക് ഇതിലൊക്കെ വലിയ ഒരു ലോട്ടറി പോലെ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടാവും. താങ്കൾ ആലോചിക്കേണ്ടത്, ഞാൻ താങ്കളോട് പറയുന്നത്, താങ്കൾക്ക് താങ്കളുടെ ഭരണം ആണുള്ളത്. താങ്കൾക്ക് ഏത് രീതിയിലുള്ള അന്വേഷണവും നടത്താം. അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലണമെങ്കിൽ, താങ്കൾ പറഞ്ഞ ജീവനിതല്ല, ഈ തൂക്കിക്കൊല്ലുന്നതിനും നിയമപരമായി പറ്റുമെങ്കിൽ അതിന് ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഒരു ആരോപണം വന്നപ്പോൾ ആ ആരോപണത്തെ ന്യായീകരിക്കാൻ ഞങ്ങൾ ഒരു കാലത്തും നിന്നിട്ടില്ല. ആ ആരോപണത്തിൽ എത്രമാത്രം നിജസ്ഥിതി ഉണ്ട് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ ഇതിലപ്പുറത്തെ നടപടിയിലേക്ക് പോകും. ഇതാണ് ഞാൻ പറഞ്ഞത്. അതിന് പകരം താങ്കൾ പറഞ്ഞത് അദ്ദേഹം KPCC, താങ്കൾക്ക് ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് എന്തറിയാം അരുൺകുമാർ? ഞങ്ങളുടെ പാർട്ടിയിൽ ഞാൻ KPCC എക്സിക്യൂട്ടീവ് മെമ്പറായി 19 വർഷം ഇരുന്ന ആളാണ്. ഇപ്പോൾ ഞാൻ 5 വർഷമായി KPCC ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ സംഘടനയുടെ പ്രസിഡന്റുമാർ എക്സിക്യൂട്ടീവിലേക്ക് എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെയും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വിളിക്കും. ഇതല്ലാതെ അരുൺകുമാറെ തൻ്റെ ഇടമുണ്ടെങ്കിൽ, അരുൺകുമാർ നേരത്തെ പറഞ്ഞു അദ്ദേഹം എക്സിക്യൂട്ടീവ് അംഗമായി തെരഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ KPCC എക്സിക്യൂട്ടീവ് മെമ്പറാണ്. താങ്കൾ അത് തെളിയിക്കുകയാണെങ്കിൽ താങ്കൾ പറയുന്ന പണി ഞാൻ ചെയ്യും. ഇല്ല എങ്കിൽ താങ്കൾ ഈ ഫ്ലോറിൽ ഒന്ന് മാപ്പ് പറയാൻ വെറുതെ ഫ്ലോറിൽ ഒരു അവസരം കിട്ടിയെന്ന് വിചാരിച്ച് എന്തെങ്കിലും വിളിച്ച് പറയുന്ന എന്തെങ്കിലും വിളിച്ച് പറയുന്നത് എനിക്കറിയാം. KPCC ഒരു മിനിറ്റ് ഞാൻ പറയാം. KPCC അംഗമാണ്. അത് അല്ല അത് എന്തുകൊണ്ടാണ് അന്ന് അറിയില്ലെങ്കിൽ താങ്കൾക്ക് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും അതുപോലെ ഞങ്ങളുടെ പാർട്ടിയുടെ ഭരണഘടന അങ്ങേക്ക് തരാം. താങ്കളുടെ ഭരണഘടനയെക്കുറിച്ച് എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. താങ്കൾ ദയവായി ഞങ്ങളുടെ ഭരണഘടനയെങ്കിലും ഞങ്ങൾക്ക് അംഗീകരിക്കാനുള്ള കാര്യമായി താങ്കൾ ബോധിപ്പിക്കണം. എന്തെങ്കിലും അരുൺകുമാറെ എന്തെങ്കിലും വായ തന്നത് കോതക്ക് പാട്ടാണെന്ന് താങ്കൾക്ക് ഭൂഷണമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി അദ്ദേഹം അങ്ങനെ എല്ലാം ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. താങ്കൾ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തോ തെരഞ്ഞെടുത്തോ എന്ന് താങ്കൾ തെളിയിക്കുകയാണെങ്കിൽ താങ്കൾ പറയുന്ന വഴി ഞാൻ എടുക്കാം. അല്ലാതെ താങ്കൾ ദയവായ അക്കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. താങ്കളെപ്പോലെ ഒരു ബഹുമാന്യതയുള്ള വ്യക്തി എന്ന് ഞാൻ വിചാരിച്ചിരുന്ന വ്യക്തി ഇതുപോലെ നുടുനായങ്ങൾ പറഞ്ഞു മുന്നോട്ട് പോകരുത്. ഞങ്ങൾക്ക് അഭിലാഷോട് എനിക്ക് പറയാനുള്ളത്, അഭിലാഷേ, ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒന്നും ഒളിക്കാനില്ല. ഒന്നും ഒളിക്കാനില്ല എന്ന് മാത്രമല്ല, ഞങ്ങളിവിടെ പറയുന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങ് എന്തെല്ലാം സങ്കടകരമായി CPM പ്രതിനിധി പറഞ്ഞപ്പോൾ താങ്കൾ കേട്ടിരുന്നു. അതിലെന്തായിരുന്നു പറഞ്ഞത്? ഇവിടുത്തെ ഒരു സ്ത്രീയുടെ മാനം, ആ സ്ത്രീയുടെ AISFന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒരു വനിതയാണ്, അവരും ഒരു സ്ത്രീയാണ്, അവർക്ക് മാനത്തിന് വിലയില്ലേ? ഇവിടെ CPMന്റെ P ശശി മാനഭംഗപ്പെടുത്തിയ പീഡിപ്പിച്ച DYFIക്കാരി, അതും ഒരു സ്ത്രീയാണ്, അവർക്ക് വിലയില്ലേ? നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഇവിടെ 2 തവണ MLA ആയി നിങ്ങൾ പാർലമെന്റിലേക്ക് മത്സരിച്ച മുകേഷിനെ കുറിച്ച് FIR ഇട്ടില്ലേ? ആരായിട്ടത്? ഞങ്ങളുടെ പോലീസാണോ? നിങ്ങളുടെ പോലീസല്ലേ FIR ഇട്ടത്? അദ്ദേഹത്തെ പേരിൽ അറസ്റ്റ് ചെയ്തില്ലേ? ഞങ്ങളുടെ പോലീസാണോ? നിങ്ങളുടെ പോലീസല്ലേ അറസ്റ്റ് ചെയ്തത്? അപ്പോൾ അത്തരത്തിലുള്ള ആൾ ആ ആരോപണങ്ങൾ പോലും
അതുപോലെ ഞങ്ങൾ ഒരു 4 പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കപ്പെടുന്ന കാര്യങ്ങൾ അതങ്ങ് മുഖവിലെടുത്ത് തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് മറുപടി പറയേണ്ടി വരും. നിങ്ങളുടെ പാർട്ടിയുടെ നിരവധി നേതാക്കന്മാർ, ഞങ്ങൾ ഒരിക്കലും നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞ പാർട്ടി പോലീസും പാർട്ടി ജഡ്ജും അല്ല. ഞങ്ങൾക്ക് നിയമാനുസൃതമായി ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞ ഭരണ സംവിധാനത്തിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ആ വിശ്വസിക്കുന്നതിനനുസരിച്ച് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് അരുൺകുമാറോട് പറയാനുണ്ട്. അരുൺകുമാറെ, നിങ്ങൾക്ക് എടുക്കുന്ന നിലപാടുകൾ ഞാൻ തൊണ്ടടുത്തോട് പറയാലോ, പി ശശി മുതൽ PK ശശി മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ദിവ്യയുടെ കേസ് വരെ നിങ്ങളെടുത്ത നിലപാട് എന്താ? നിങ്ങൾ ഇരക്കൊപ്പമായിരുന്നു? നിങ്ങൾ ആർക്കൊപ്പമായിരുന്നു? നിങ്ങൾ കാലാകാലങ്ങളിലായി നിങ്ങൾ പീഡിപ്പിക്കുന്ന ആൾക്കാരെ വക്കാലത്തുമായി മുന്നോട്ട് പോയി. ഞങ്ങൾ ഏതെങ്കിലും നേതാവ് വക്കാലത്തായി നിങ്ങൾ മുന്നോട്ട് പോയോ? ഞങ്ങൾ പോയില്ല. അരുൺകുമാറല്ല, 100 അരുൺകുമാർ എന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു നിലപാടുണ്ട് അരുൺകുമാറെ. അത് ഈ പാർട്ടിയിലെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അവർക്ക് മാനത്തിന് വിലയുണ്ട് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു പ്രവർത്തകൻ നാളെ ഞാൻ തന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഈ പാർട്ടിക്ക് പുറത്താണ് ഞാൻ. അത് പൂർണ്ണ ബോധ്യമുണ്ടാകുന്ന ഒരു പാർട്ടിയായി അത് നിലനിർത്തിയെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. എനിക്ക് പുറത്ത് കയറി പറയാൻ പറ്റും അഭിലാഷേ, ഞങ്ങൾ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊന്നും ഒളിക്കാനില്ല, ആരെയും സംരക്ഷിക്കാനില്ല. BJPക്കാർ ഇപ്പോൾ നേരത്തെ നവ്യ പറഞ്ഞല്ലോ, വലിയ വർത്തമാനം പറഞ്ഞല്ലോ. നവ്യ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രതിനിധാനം ചെയ്യുന്ന ഗുസ്തി താരങ്ങൾ പറഞ്ഞ പരാതിയാണ്. നിങ്ങളുടെ ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന നിങ്ങളുടെ MP ഇന്നും അദ്ദേഹത്തിന് സ്ഥാനചലനമുണ്ടായോ? അദ്ദേഹം ഇരിക്കുന്ന കസേരയ്ക്ക് ഒരു ഇളക്കമുണ്ടായോ? അങ്ങനെ സംരക്ഷിച്ചല്ലോ. അവരും സ്ത്രീകൾ തന്നെയാണ്. അവരും സ്ത്രീകൾക്ക് കിട്ടുന്ന എല്ലാ പരീക്ഷയും അവർക്ക് കിട്ടണം. കൊടുത്തില്ലല്ലോ, നിങ്ങൾ ചെയ്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഒന്നുണ്ടായപ്പോഴേക്ക് അങ്ങ് പാലക്കാട് അടിച്ച് പിടിക്കാമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയെങ്കിൽ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ വീണ്ടും പറയാം, ഇവിടെ രാഹുൽ മാക്കൂട്ടത്തിൽ തെറ്റ് ചെയ്ത് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഇതിനേക്കാൾ വലിയ മാതൃകാപരമായി എന്തെല്ലാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫോൺ കോളുകൾ എല്ലാം വരുന്നുണ്ട്. കോൺഗ്രസിനെ ബോധ്യപ്പെടുത്താൻ ഇനി ഭൂമിയിൽ ആർക്ക് പറ്റും? സംശയമാണ്. നമുക്ക് നോക്കാം കോൺഗ്രസിന് ബോധ്യപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. ശ്രീമതി നവ്യ ഹരിദാസ്, ഇവിടെ ഇപ്പോൾ MLA ജനസേവകനാണ്, ജനങ്ങൾക്ക് ദൈനംദിനം ബന്ധപ്പെടേണ്ട ആളാണ്. ആ MLA ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായി മണ്ഡലത്തിലില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. വീടിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം നടത്താൻ ശ്രമിച്ചു, പക്ഷേ പാർട്ടി ഇടപെട്ട് വിലക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഇന്ന് ഒരുപാട് ആരോപണങ്ങൾ ഇന്നൊരു ഓഡിയോ ക്ലിപ്പിൻ്റെ രൂപത്തിൽ ഇന്ന് വരികയുണ്ടായി. ഇനിയിപ്പോൾ നാളത്തെ കാര്യം അറിയില്ല. ഈ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷം പോകുന്നത്. എന്താണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇനി ചെയ്യാനുള്ളത്? കോൺഗ്രസിന് ബോധ്യമായാൽ കോൺഗ്രസ് നടപടിയെടുക്കുമെന്ന് കോൺഗ്രസ് പറയുന്നു. കോൺഗ്രസിന്റെ പ്രതിനിധി അങ്ങനെ BJP വെല്ലുവിളിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. ഇത്രത്തോളം പ്രകോപിതനായിക്കൊണ്ട് ഒരു ചർച്ചയിൽ പങ്കെടുക്കേണ്ട സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത് അത്രത്തോളം പ്രഷർ പാർട്ടിക്ക് അകത്തു നിന്നും പാർട്ടിക്ക് പുറത്തു നിന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നുമൊക്കെ അദ്ദേഹത്തിന് നേരിടുന്നത് കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഇവിടെ LDFന്റെയും UDFന്റെയും പരസ്പരമുള്ള ഒരു കുറ്റപ്പെടുത്തലുകൾ മാത്രമായിട്ട് ഈ ചർച്ച ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, മാനത്തിന് വില പറയുന്ന സ്ത്രീകളുടെ മാനത്തിന് വില കൽപ്പിക്കുന്ന ആളുകളാണ് ഞങ്ങൾക്കൊരു നിലപാടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ആ രാജി അംഗീകരിച്ചുകൊണ്ട് ആ സ്ഥാനത്ത് ആ വ്യക്തിയെ തുടരാൻ അനുവദിക്കാതെ ഒരു നടപടി നിങ്ങളുടെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിൽ ആ നിലപാടിനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കും. ഇവിടെ നമുക്കറിയാം, ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്, വനിതാ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. ആ കേസുകളൊന്നും തന്നെ ഒരു കേവലം ആരോപണത്തിന്റെ ഭാഗമായിട്ടായിരുന്നില്ല. ആ കേസുകളൊക്കെ എടുത്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ആ കേസുകളൊക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ എന്തായാലും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് MLA സ്ഥാനത്ത് തുടരാൻ സാധിക്കില്ല എന്നുള്ള കാര്യം 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ പാലക്കാട് അടിച്ച് പിടിക്കാനോ അല്ലെങ്കിൽ അടിച്ച് ജയിക്കാനോ വേണ്ടി മാത്രമുള്ള ഒരു ആവേശമായിട്ട് നിങ്ങൾ ഇതിനെ കണക്കാക്കരുത്. ഇത് പാലക്കാട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സമരമല്ല. പാലക്കാട് തുടങ്ങിയിട്ടുള്ള ഈ പ്രശ്നം ഞങ്ങൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഒരു സ്ത്രീ പക്ഷ സംഘടനയുടെ ആള് എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും ഇങ്ങനെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള നിലപാടിനോടൊപ്പം നിന്ന് പോകാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അപ്പൊ അത്തരത്തിൽ ചൂഷണത്തിന് സ്ത്രീകൾ വിധേയരാകുന്നുണ്ടെങ്കിൽ, ഒരു ത്രെട്ടനിങ് ഫേസിലേക്ക് സ്ത്രീകൾ എത്തിപ്പെടുന്നുണ്ടെങ്കിൽ, ഈ എബോഷൻ കമ്പൽസറി എബോഷനിലേക്ക്, ഫോഴ്സ്ഡ് എബോഷനിലേക്ക് സ്ത്രീകളെ തള്ളി നീക്കുന്നുണ്ടെങ്കിൽ, ആ തള്ളി നീക്കലുകൾ വരുന്നത് ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ അവിടെയാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള വിഷയം വരുന്നത്. ഒരു ജനപ്രതിനിധി സമൂഹത്തിലെ നിരവധി സ്ത്രീകളെ, തന്റെ പാർട്ടിക്കകത്തുള്ള നിരവധി സ്ത്രീകളെ, ഓരോ ദിവസവും വരുന്ന വാർത്തകൾ അത് തന്നെയാണ്, പാർട്ടിക്ക് അകത്തുള്ളയും പാർട്ടിക്ക് പുറത്തുള്ള
ബന്ധുക്കളെയും സ്ത്രീകളെ എല്ലാ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ ചൂഷണം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും BJPക്കോ മഹിളാ മോർച്ചയ്ക്കോ ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കില്ല. നേരത്തെ CPMന്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി മറ്റു പല ആരോപണങ്ങളെക്കുറിച്ചും. ഇപ്പോൾ ഇതിനു മുൻപൊക്കെ നമ്മൾ വന്നിട്ടുള്ള വാർത്തകൾ എന്ന് പറയുന്നത് അത്തരം ഓഫീസുകൾ CPMന്റെ തന്നെ പ്രവർത്തകരായിട്ടുള്ള സ്ത്രീകൾ അവരുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം അതിക്രമങ്ങൾ, ആ ഭീഷണികൾ നേരിടുന്ന സാഹചര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന സാഹചര്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളും മറിച്ചല്ല. അവിടെ ശ്രീ VD സതീശനോട് പരാതി പറഞ്ഞപ്പോഴും ഒന്നോ രണ്ടോ തവണയല്ല നിരവധി തവണ പരാതികൾ ചെന്ന് പറഞ്ഞു. ഒരു അച്ഛനെ പോലെ കേട്ടു എന്ന് പറയുമ്പോൾ, ഒരു കുടുംബത്തിൽ ഒരു അച്ഛനോട് ചെന്ന് ഒരു മകൾ പരാതി പറയുമ്പോൾ ആ അച്ഛൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? VD സതീശൻ സ്വീകരിച്ച നിലപാട് എന്താണ്? എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ ഒരിക്കലും ഇരയ്ക്ക് നീതി കിട്ടുന്നില്ല. ആ ഇരയെ അടിച്ചമർത്തിക്കൊണ്ട് ആരോപണ വിധേയനായിട്ടുള്ള പ്രതിക്ക്, ആ പ്രതിയെ തന്നെ, പ്രതി എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും, അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടും അദ്ദേഹത്തെ സമൂഹത്തിലേക്ക് വളർത്തിയെടുത്തുകൊണ്ടുമാണ് ഈ കോൺഗ്രസുകാർ മുൻപോട്ട് പോകുന്നതെങ്കിൽ ഈ യുവതലമുറ നമ്മുടെ കേരളത്തിന് ഒരു ഭാവിയിൽ ഒരു ഭീഷണിയായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ഭാവിക്ക് ഭീഷണിയായിട്ടുള്ള നേതാക്കളെ വളർത്തുന്ന ഒരു പാർട്ടി ആകരുത് കോൺഗ്രസ് എന്നുള്ളതാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു അധ്യക്ഷ പദവി രാജിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കോൺഗ്രസിന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അധിക നാൾ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. ഒരു നിയമ വ്യവസ്ഥ നമുക്കുണ്ട്. ഇവിടെ ഭരണഘടനയെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നിയമ സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. ആ നിയമ സംവിധാനത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളുക. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അധിക സമയം MLA സ്ഥാനത്ത് തുടരാൻ സാധിക്കില്ല. അതുകൊണ്ട് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾക്ക് ഇനിയും ഇറങ്ങി നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, പാലക്കാടിലെ ജനങ്ങളോട് മറുപടി പറയണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തെ അനുവദിക്കരുത്. കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നതിന് മുൻപ് ആ രാജി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത്രയെങ്കിലും മാനം കോൺഗ്രസിന് കാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, ഈ കാര്യത്തിൽ അരുൺകുമാർ, കോൺഗ്രസിന് ഒരു മോറൽ ഹൈ ഗ്രൗണ്ട് അവകാശപ്പെടാൻ രാഹുലിനെ രാജിവെപ്പിച്ചാൽ കഴിയും എന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. എന്ന് മാത്രമല്ല, കോൺഗ്രസിനകത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വളരെ ശക്തമായ നിലപാട് ഇപ്പോൾ എടുക്കുന്നു. രാജി അനിവാര്യമാണെന്ന നിലപാട് അദ്ദേഹത്തിനുണ്ട്. ഇത് ഒരു കാരണവശാലും ക്ഷമിക്കാൻ കഴിയാത്ത വിഷയമാണ് എന്ന അഭിപ്രായം ഈ നാട്ടിലില്ലെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ശക്തമായ നിലപാടുള്ള ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് അതിൻ്റെ ഇന്റേണലായ ആലോചനകളിൽ തന്നെ ശക്തമായ നടപടി അനിവാര്യമാണ് എന്ന ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് എന്ന്. ഇവിടെ കുറ്റകൃത്യം ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുന്നത് മാത്രമല്ല, കുറ്റവാളികളെ സംരക്ഷിക്കുന്നതും ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ ന്യായീകരിക്കാൻ കിടന്ന് പാടുപെടുന്നത് കണ്ടില്ലേ? അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഇതുവരെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല. അദ്ദേഹം പരസ്യമായി തള്ളി പറഞ്ഞിരിക്കുക VD സതീശനെ. ശ്രീ VD സതീശൻ എന്താ പറഞ്ഞേ? എന്റെ മുന്നിൽ പരാതി കിട്ടി, പരാതി പറഞ്ഞു, ഒരു പിതാവ് കൈകാര്യം ചെയ്യുന്നത് പോലെ ഞാൻ ആ പരാതി കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് 2 ദിവസമായുള്ളൂ. ഇപ്പൊ കോൺഗ്രസ് പ്രതിനിധി പറയാണ് കോൺഗ്രസിന്റെ മുന്നിൽ ഒറ്റ പരാതിയും കിട്ടിയിട്ടില്ല എന്ന്. അപ്പൊ പ്രതിപക്ഷ നേതാവിന് കിട്ടുന്ന പരാതി കോൺഗ്രസിന് കിട്ടിയതല്ല എന്ന് വിലയിരുത്തണമോ? ഇപ്പൊ അടുത്ത കാലത്ത് ഈ കോൺഗ്രസ് ഡിഫൻസിലായ ഏതൊക്കെ വിഷയങ്ങളുണ്ട്? ആ വിഷയത്തിലെല്ലാം ഒരു ഭാഗത്ത് ഈ യുവ MLA ഇല്ലേ? സ്വന്തം സംഘടനയിലെ തെരഞ്ഞെടുപ്പ് വരെ വ്യാജ ഐഡന്റിറ്റി കാർഡ് ചേർത്ത് രജനീകാന്തിന്റെയും വിജയുടെയും കമലഹാസന്റെയും എല്ലാം വോട്ട് ചേർത്ത് വിജയിച്ചു വന്ന ആദ്യത്തെ കാര്യം. ചൂരൽമല മുണ്ടക്കൈയിൽ പിരിച്ച പണം മുഴുവൻ കോടിക്കണക്കിന് രൂപ ഞങ്ങൾ പിരിച്ചു കൊടുത്തു എന്ന് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി പറഞ്ഞു. അത് കൂട്ടി നോക്കിയപ്പോൾ 10 കോടി 12 കോടി ആകെ 88 ലക്ഷം കിട്ടിയുള്ളൂ. ആ വിവാദത്തിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ഡിഫൻസിൽ പോയപ്പോഴും ഒരു ഭാഗത്ത് ഈ യുവ MLA ഇല്ലേ? അതുപോലെ K. കരുണാകരന്റെ ഭാര്യ കല്യാണിക്കുട്ടി, ആ കല്യാണിക്കുട്ടി അമ്മയെ എത്ര ബഹുമാനത്തോടെയാ കേരളം കണ്ടേ? അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന, അതുപോലെ അവരുടെ മകളുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായില്ലേ? അതുപോലെ എത്രയോ സാഹചര്യങ്ങൾ ഇവിടെ ഉയർന്നു വന്നു. ഇവിടെ എടോ ഗോവിന്ദ, എടോ വിജയ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മളെല്ലാം ബഹുമാനത്തോടെ കാണുന്ന പല നേതാക്കന്മാരെ അഡ്രസ്സ് ചെയ്യുമ്പോഴും എല്ലാം പോട്ടെ, ലക്ഷക്കണക്കിന് ആളുകൾക്ക്, കോടിക്കണക്കിന് ആളുകൾക്ക് കഴിഞ്ഞ 8 വർഷമായി കൊടുക്കുന്ന ആ പൊതിച്ചോറുണ്ടല്ലോ, ആ വയറെറിയാതെ മിഴി നിറയാതെ അവർക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കുന്ന, മെഡിക്കൽ കോളേജിൽ എത്തിച്ചു കൊടുക്കുന്ന പൊതിച്ചോറ്, അതിനെക്കുറിച്ച് അദ്ദേഹം എന്താ പറഞ്ഞേ? ഇതിന് പിന്നിൽ എന്താണെന്നാണ് പറഞ്ഞത്? അനാശാസ്യമാണെന്നാ പറഞ്ഞത്. വീട്ടമ്മമാർ സ്വന്തം വീട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണമില്ലെങ്കിലും, അത്താഴം കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും 3ഉം 4ഉം പൊതി ഉണ്ടാക്കി കൊടുത്ത് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ക്യാൻസർ രോഗികൾ അടക്കമുള്ളവർക്ക് പട്ടിണി കിടക്കാതിരിക്കാൻ കൊടുത്തുവിടുന്ന ആ പൊതിച്ചോറിന്റെ പിന്നിൽ നിരവധി അനാശാസമുണ്ടെന്ന് പറഞ്ഞു. ആ അനാശാസത്തിന്റെ പേരിൽ അത് പറഞ്ഞയാൾ
പുറത്തു പോകുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത പത്രത്താളുകൾ വെച്ച് അതേ പൊതിച്ചോറ് പൊതിഞ്ഞുകൊണ്ട് ഇതേ മെഡിക്കൽ കോളേജിൽ വിതരണം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരു സംഘടനയായി ഡിവൈഎഫ്ഐ മാറി. എന്തു പറയുമ്പോഴും അതിന്റെ സത്യസന്ധത വേണ്ടേ, ഒരു ധാർമ്മികത വേണ്ടേ, വസ്തുതയുമായി ഒരു ബന്ധം വേണ്ടേ, ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു പുലബന്ധം വേണ്ടേ? അതൊന്നുമില്ലാതെ എന്തും ചെയ്യാം എന്തും പറയാം എന്ന രൂപത്തിൽ പോകുമ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റ്, നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്തൂരി അടുപ്പിൽ വെച്ച് നൈനാസ് രാഹ്നി എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റിനെ ചുട്ടുകൊന്ന പ്രസ്ഥാനമായത്. അഖിലേന്ത്യാ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിനെ ചുട്ടുകൊന്നു. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തു ജീവപര്യന്തം തടവും മറ്റു കാര്യങ്ങളും എല്ലാം. ഇതിപ്പോ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോ ഇങ്ങനെ, ഇത് അഖിലേന്ത്യാ തലത്തിലേക്ക് വരുമ്പോ എങ്ങനെയാകുമായിരുന്നു? അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി, ഇത്രയധികം തെളിവുകൾ പുറത്തു വന്നിട്ടും നിങ്ങൾ ന്യായീകരിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഈ സമൂഹത്തോടുള്ള കുറ്റകൃത്യമാണ്, ഈ ജനതയോടുള്ള കുറ്റകൃത്യമാണ്. അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ജനതയോട് മാത്രമല്ല, ഇത്രയും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഒരു യുവജന നേതാവിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുമ്പോൾ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്തരം ഓഫീസുകളിൽ പോകുന്ന എല്ലാവരും അവർക്കെല്ലാം വലിയ വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വരികയാണ്. അതുകൊണ്ട് ന്യായീകരണമെല്ലാം അവസാനിപ്പിച്ചു. ഇപ്പൊ ടി എൻ പ്രതാപൻ രംഗത്ത് വന്ന് പറഞ്ഞു, ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയമാണ്. കോൺഗ്രസിലെ പല നേതാക്കന്മാരും പറഞ്ഞു, യൂത്ത് കോൺഗ്രസിന്റെ തന്നെ പല നേതാക്കന്മാർ പല രൂപത്തിൽ തോളിൽ കൈയിട്ട് നടക്കുന്നവന്റെ കുത്തിന് ആഴം കൂടും, അങ്ങ് വലിയ തരത്തിൽ അവരുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ചർച്ചകൾ പുറത്തു വരികയാണ്. അതുകൊണ്ട് ഇത് ആരുടെയും തലയിൽ വെച്ചതല്ല. നിങ്ങൾ സാധാരണ ഇത്തരം ആരോപണം എന്തു വന്നാലും അതിന്റെ പിന്നിൽ ഇടതുപക്ഷമാണെന്നാ പറയാറ്, അല്ലെങ്കിൽ BJP ആണെന്ന് പറയും, ഒരു കാര്യമില്ലെങ്കിൽ മാധ്യമങ്ങളാണെന്ന് പറയും. ഇത് കൃത്യമായി തെളിവുകളോടെ ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട, ഏറ്റവും വിഷമത അനുഭവിക്കുന്ന സ്ത്രീകൾ തന്നെ രംഗത്ത് വന്നു കൊടുത്ത പരാതിയാണ്. അതുകൊണ്ട് ഒരാളെ കുറ്റപ്പെടുത്തണ്ട, ഒരിക്കലും ഇടതുപക്ഷത്തിന്റെ തലയിട്ടും വെക്കേണ്ട, നിങ്ങളായിട്ട് വരുത്തി വെച്ചതാണ്. അത് കൃത്യമായി നിയമത്തിന്റെ വഴിയിലൂടെ അത് കടത്തിവിടാനുള്ള സംവിധാനം ചെയ്യുക. ഇത്തരത്തിൽ കുറ്റവാളികളെ സംരക്ഷിച്ചാൽ അത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ശരി, ശ്രീ PM നിയാസ്, ഇപ്പൊ നമുക്ക് പല സാങ്കേതികത്വം പറയാം. FIR ഇട്ടിട്ടില്ല, കേസ് എടുത്തിട്ടില്ല, റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈന്റ് വന്നിട്ടില്ല, പാർട്ടിയിൽ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈന്റ് വന്നിട്ടില്ല. നമ്മൾ ചോയ്സ് അനുസരിച്ചാണ്. വേണമെങ്കിൽ ഈ സാങ്കേതികത്വത്തിൽ അടയിരിക്കാം, അല്ലെങ്കിൽ ധാർമ്മികത നമുക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ പബ്ലിക് ഡൊമൈനിലുള്ള ഇന്നോളം വന്നിട്ടുള്ള സമൂഹത്തിന് മുമ്പിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കോൺഗ്രസിന്റെ പല പ്രവർത്തകരും ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തുടങ്ങി, ഇത് മിമിക്രിക്കാരെ വെച്ച് രാഹുലിന്റെ ഒച്ച ഇമിറ്റേറ്റ് ചെയ്തതാണെന്ന് വരെ പറഞ്ഞു. അവർക്ക് തന്നെ അറിയാം അത് വസ്തുത എന്നുള്ളത്. പക്ഷേ പറയാൻ വേണ്ടി ഒരു കാര്യം പറയണമല്ലോ. ആ നിലവാരത്തിലേക്കുള്ള ന്യായീകരണം ടെലിവിഷൻ ചാനലുകളിലും മറ്റും പങ്കെടുക്കുന്ന കോൺഗ്രസ് വക്താക്കളോ നേതാക്കളോ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പരോക്ഷമായ ന്യായീകരണം നടത്തുന്നുണ്ട്. അതിനപ്പുറത്ത് ഇതൊരു സാമൂഹിക വിഷയമാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് വളരെ ഗുരുതരമായ തെറ്റുകൾ പറ്റിപ്പോയി, അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ ഇതാ മാതൃകാപരമായ നടപടി എടുക്കുന്നു, ഒരു സാങ്കേതികത്വവും നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്ത് കേരളത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? അതിന് ഇനിയും എന്തിനാണ് കാലവിളംബം? ഓരോ ദിവസം കഴിയുന്തോറും എന്തെങ്കിലും പ്രത്യേകിച്ച് ഇതിൽ ആശ്വാസം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. നോക്കൂ അഭിലാഷ് മോഹൻ, ഞങ്ങൾ ഇക്കാര്യത്തിൽ ഞാൻ ഈ ഫ്ലോറിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരെങ്കിലും ഒരാൾ ഈ ആരോപണത്തെ ന്യായീകരിക്കുകയോ ഈ ആരോപണത്തെ എന്താ പറയുക സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങളെന്താ പറഞ്ഞത്? ഈ ആരോപണം ഉന്നയിക്കാനിടയായ സാഹചര്യം പോലും ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്നല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. അരുൺകുമാറെ, ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. അങ്ങ് പറഞ്ഞു ഞാൻ ന്യായീകരിക്കാൻ വരുന്നു. ഞാൻ പറയുന്നത് ഞങ്ങൾ അക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് പറഞ്ഞു. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു, താങ്കളുടെ പാർട്ടിയും അരുൺകുമാറിൻ്റെ പാർട്ടിയും BJPയുടെ പാർട്ടിയും കാലങ്ങളായി ചെയ്തു വന്ന നടപടികൾ, ആ നടപടികൾ ഇന്ന് നിങ്ങളെ തിരിഞ്ഞുകൊത്തുന്നു ഞങ്ങൾ പറഞ്ഞത്. എനിക്കിവിടെ വളരെ വ്യക്തമായി പറയാൻ സാധിക്കും. വളരെ വ്യക്തമായി ഞങ്ങൾ ഇക്കാര്യത്തിൽ എടുത്ത നിലപാട്. താങ്കൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്, ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാവർക്കും അവകാശമുണ്ട്. നിങ്ങളെ പാർട്ടിയിൽ അരുൺകുമാർ പാർട്ടി വേദിയിൽ പോലും ഒരു നേതാവിനെതിരെ പറഞ്ഞാൽ പിന്നെ എൻ്റെ നാട്ടിലെ TP ചന്ദ്രശേഖരൻ്റെ അനുഭവമാ അരുൺകുമാറിനുണ്ടാകുക. 51 വെട്ടുമായിട്ടാണ് അദ്ദേഹം മരിച്ചത്. ഇന്ന് MLA ആയിട്ടുള്ള ഒരു സഹോദരി വിധവയായത് താങ്കളുടെ പാർട്ടി കാരണമാണ്. താങ്കളുടെ പാർട്ടിയുടെ നെറികേടുകളെ വെളിച്ചത്ത് വരുന്നില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ ആർക്കും ആരെയും കുറിച്ച് പറയാനുള്ള അവകാശം ഞങ്ങളുടെ പാർട്ടി സംവിധാനത്തിലുണ്ട്. അതുകൊണ്ട് താങ്കൾ പറഞ്ഞു പിടിപ്പിക്കും. ഞങ്ങൾ എനിക്ക് പറയാനുള്ളത് അഭിലാഷ് എനിക്ക് പറയാനുള്ളത്, ദയവായി അരുൺകുമാർ ഇടപെടാതിരിക്കുക. അരുൺ പറയുമ്പോൾ ഞാൻ പറയാതിരുന്നത് മാന്യതയുടെ പേരിലാണ്. താങ്കൾക്ക് ഇക്കാര്യത്തിൽ വിരളി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. താങ്കളുടെ പാർട്ടി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, താങ്കളുടെ പാർട്ടി ഇതുപോലെ ആരോപണം ഉണ്ടായപ്പോൾ നിങ്ങൾ പറഞ്ഞു DYFIയെ കുറിച്ച് വലിയ പർവ്വതീകരിച്ച് പറഞ്ഞല്ലോ. ഒരു DYFIക്കാരത്തിയല്ലേ ഷൊർണൂർ MLA ശശി പീഡിപ്പിച്ചത്?
ആ ഡിവൈഎഫ്ഐക്കാർക്ക് അന്തസ്സും അഭിമാനം ഉണ്ടായിരുന്നില്ലേ? അതിന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. പി ശശി പീഡിപ്പിച്ചത് ഡിവൈഎഫ്ഐക്കാരിയല്ലേ, നിങ്ങളുടെ പാർട്ടിക്കാരിയല്ലേ? അപ്പോൾ നിങ്ങളൊന്നും നടപടി എടുത്തിട്ടില്ലല്ലോ. എനിക്കിവിടെ പറയാനുള്ളത്, അഭിലാഷ് മോഹൻ, ഇക്കാര്യത്തിൽ എന്ത് തെളിവുകൾ പുറത്തു വന്നാലും ആ തെളിവുകളായി നിങ്ങൾ അംഗീകരിക്കുന്നത് തന്നെ ചെയ്യും. ഇവിടെ ഞാൻ പറഞ്ഞതല്ല, CPM-ന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, ജോസ് തെറ്റേലിനെതിരെ ഒരു ആരോപണമുണ്ടായി, പിന്നീട് ജസ്റ്റിസ് ഭവദാസ് ഇത് കേസ് പോലും എടുക്കാൻ പാടില്ലാത്ത കുറ്റമായിരുന്നു എന്ന് പിൽക്കാലത്ത് പറഞ്ഞു എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഓരോ കാര്യത്തിലും അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തി കോടതി എടുക്കുന്ന തീരുമാനങ്ങൾ അതനുസരിച്ച് നടപടിയെടുക്കാനാണ് ഞങ്ങൾ തയ്യാറാവുന്നത്. ഞങ്ങൾക്കിവിടെ സ്വപ്ന സുരേഷ് ഇത് ഒരു സ്ത്രീയാണല്ലോ. സ്വപ്ന സുരേഷ് ആർക്കെല്ലാം എതിരായിട്ട് പറഞ്ഞത്? അന്നത്തെ സ്പീക്കർക്കെതിരെ പറഞ്ഞല്ലോ, ഇന്നത്തെ ഒരു മന്ത്രിക്കെതിരെ പറഞ്ഞല്ലോ, ഇന്നത്തെ ഒരു MLA-ക്കെതിരെ പറഞ്ഞല്ലോ. എത്ര ഗൗരവതരമായ കാര്യമാണുള്ളത്. അന്ന് നിങ്ങൾക്ക് ഈ വകുപ്പ് റൂളൊന്നും അറിയില്ലായിരുന്നോ CPM-ന്റെ പ്രതിനിധിക്ക്? ഇതുപോലെ ഒരു നടപടി ഉണ്ടായില്ലല്ലോ. താങ്കൾ പറഞ്ഞല്ലോ, കുറ്റക്കാര് വേണ്ട, പരാതിക്കാര് വേണ്ട, ആർക്ക് വേണമെങ്കിലും കേസെടുക്കാം. കേസെടുത്ത് കണ്ടില്ലല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ ഇതൊന്നും കണ്ടില്ലല്ലോ. കോൺഗ്രസിന്റെ ഡിഫൻസ് ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീമതി നവ്യ ഹരിദാസ്, കോൺഗ്രസിന് ബോധ്യപ്പെട്ടിട്ട് രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതുവരെ കാത്തിരിക്കുമോ അതോ ഉടൻ സമരം ചെയ്യുമോ? ചുരുക്കി. ഞങ്ങൾ സമരം തുടരും. അദ്ദേഹം രാജിവെക്കുന്നത് വരെ തീർച്ചയായിട്ടും സമരം തുടരും. ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്നുള്ളത് ബോധ്യമുണ്ട്. അത് പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്, കോൺഗ്രസിന് ബോധ്യമുണ്ട്, ഇവിടെ വന്നിരിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന ജനപ്രതിനിധി ശ്രീ PM നിയാസിനും ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും അദ്ദേഹത്തെ ജസ്റ്റിഫൈ ചെയ്ത് നിർത്താതെ തീർച്ചയായിട്ടും നിലപാടുകളുമായിട്ട് നടപടിയുമായിട്ട് മുൻപോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിൽ കുറച്ചൊന്നും, രാജിയിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ ആവശ്യപ്പെടുന്നില്ല. ഇത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രത്തോളം കേസുകൾ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വൈകൃതമാണ്, അതൊരു സെക്ഷൽ ഡിസോർഡർ ആണ്. അതിന് ചികിത്സിക്കാനാണ് കോൺഗ്രസ് തയ്യാറാവേണ്ടത്. ശരി, പറഞ്ഞോളൂ. ഒറ്റ മിനിറ്റ്, ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പോഴും KPCC അംഗമാണ്, എക്സ് ഒഫീഷ്യോ അല്ല. കോൺഗ്രസിന്റെ പ്രതിനിധി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എക്സ് ഒഫീഷ്യോ അല്ല, ഇപ്പോഴും KPCC അംഗമായി രാഹുൽ മാങ്കൂട്ടിൽ തുടരുന്നു. അഖിലേന്ത്യാ ഭാരവാഹിയാണ്, അഖിലേന്ത്യാ കമ്മിറ്റിയിൽ തുടരുന്നു. സംസ്ഥാന പ്രസിഡന്റ് എന്നതിൽ നിന്നും മാത്രം സാങ്കേതികയുടെ പേരിൽ ഇത്രയും പ്രശ്നം വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് മാറ്റി നിർത്തി. കോൺഗ്രസ് ഇപ്പോഴും കുറ്റവാളിയെ സംരക്ഷിക്കുകയാണ്. ആ കുറ്റവാളിക്ക് എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുന്ന അത് ഏറ്റവും വലിയ കുറ്റകൃത്യമാണ്. ശരി, എന്തായാലും ശ്രീനിവാസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 2 വാചകം. കുറ്റവാളികളെ സംരക്ഷിക്കാതിരിക്കുക, അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക. പറഞ്ഞത് KPCC എക്സിക്യൂട്ടീവ് അംഗമെന്നാണ്. ഇപ്പോഴാണ് താങ്കൾ KPCC മെമ്പർ എന്ന് പറയുന്നത്. ഒരു കാര്യം താങ്കളോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ നിങ്ങൾ നേരത്തെ KPCC എക്സിക്യൂട്ടീവിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്നതൊക്കെയാണ്. എനിക്ക് നവ്യനോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. നവ്യ, ഈ ഒരു ആർജവം എന്താ ബ്രിജ്മോഹന്റെ കാര്യത്തിൽ ഉണ്ടാവാതിരുന്നത്? ആ കായിക താരങ്ങൾ ഇതുപോലെ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിട്ട്, തെളിവുകൾ സഹിതം പറഞ്ഞിട്ട് അങ്ങയുടെ പാർട്ടിയിൽ നിന്ന് യാതൊരു തീരുമാനം ഉണ്ടായില്ലല്ലോ. നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. കേവല ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് അപ്പുറത്ത് മീനിങ്ഫുൾ ആയ അർത്ഥപൂർണമായിട്ടുള്ള നടപടികൾ ഉണ്ടാവട്ടെ വരുന്ന ദിവസങ്ങളിലെങ്കിലും എന്ന നമുക്ക് പ്രതീക്ഷിക്കാം. കോൺഗ്രസ് അതനുസരിച്ചുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോട്ടെ. വളരെ നന്ദി 3 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.